നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുഖത്ത് നോക്കി തന്നെ വിളിച്ചു നാണോ മാനോ ഇല്ലാത്തവളെന്ന്. അതങ്ങ് വിട്ടുകളാ പോട്ടെ. അതൊക്കെ ഇപ്പോ എന്തും പറയാൻ കിട്ടിയ ഒരു അവസരമാ. അവളങ്ങ് പറഞ്ഞോട്ടെ. അവള് പറഞ്ഞു എന്ന് വെച്ച് മോള് ചീത്തയൊന്നും ആവില്ലല്ലോ. അതുണ്ടാവാൻ പാടില്ല. വേണ്ട, ഇവിടെ തന്നെ അകത്ത് കേറിക്കൂടുന്നതാണ് നല്ലത്. പുറത്തേക്കുള്ള വഴി ഇതല്ലല്ലോ. യാത്ര പറഞ്ഞ് ഇറങ്ങിയതല്ലേ നീ ഇതുവരെ പോയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായ തീരുമാനമുണ്ടാവാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. പുറത്തു പോയി വേണമെങ്കിൽ എനിക്ക് പോലീസിനോട് പരാതി പറയാം. പക്ഷേ അതിനേക്കാൾ നല്ലത് ഞാൻ അകത്തുണ്ടെന്ന് നിങ്ങൾ പോയി പരാതിപ്പെടുന്നത്. കണ്ടുപിടിക്കേണ്ടതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. ആശം പിടിക്കാനായിട്ട് നമ്മുടെ സർവനാശം കണ്ടിട്ട് അവളിവിടെ നിന്ന് പോകും. ഇനി ഇതിൽ കൂടുതൽ എന്താ നശിക്കാനുള്ളത് അമ്മാവ? അവസാനിക്കുന്നത് അവളുടെ കൈകൊണ്ടാണെങ്കിൽ അതും ആയിക്കോട്ടെ. നിത്യ, ഹരിയേട്ടന്റെ പേരില് എന്റെ അച്ഛൻ എത്ര സമ്പത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? എനിക്ക് ഞങ്ങളുടെ സ്വത്തിന്റെ കണക്കൊന്നും അറിയില്ല. പക്ഷേ കൊള്ളാവുന്നൊരു തുക ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. ആ കണക്ക് ബോധ്യപ്പെട്ടിട്ടാണോ നീ ഹരിയെ സ്നേഹിച്ചതെന്നറിയാനോ? നിന്നെയൊക്കെ സമ്മതിക്കണം. അല്പ ഉറക്കെ സ്വത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ച എന്റെ പേര് അത്യാഗ്രഹിയെന്ന്. പക്ഷേ ഒതുങ്ങിക്കൂടിയിരുന്ന് നീ അത് കൈവശപ്പെടുത്തിയാല് അതിന്റെ പേര് തറവാട് തോന്നും. ഞാൻ നല്ല വസ്ത്രങ്ങൾ അണിയോ പുറത്തിറങ്ങിയോ ചെയ്ത അത് വശീകരണം. നീ തലകുനിച്ച് നടന്ന ആണൊരുത്തനെ കീഴടക്കിയ അതിന്റെ പേര് ലാളിത്യം. അതാ ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം. അല്ല, നീ ഒരു ടീച്ചറല്ലേ? ഞാനൊരു സംശയം ചോദിച്ചാ നീ അത് പറഞ്ഞു തരൂ. സത്യത്തിൽ നീയാണോ മോശം അതോ ഞാനോ? പറയടി. സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ മറ്റൊരുത്തന്റെ സമ്പാദ്യം കണ്ട് അവനെ താലി കെട്ടാൻ വേണ്ടി അവനെ കഴുത്ത് നീട്ടിക്കൊടുത്ത നീയാണോ മോശം അതോ ഞാനോ? ഈ വീട്ടിലുള്ളവര്, നിന്റെ വീട്ടിലുള്ളവര്, നിങ്ങൾക്ക് ചുറ്റുമുള്ളവര്, അവരെല്ലാം പറയും ദായിരിക്കുന്നു നിത്യ ടീച്ചർ, ത്യാഗത്തിന്റെ പ്രതിരൂപം. ഇതിനേക്കാൾ നല്ലൊരു പെണ്ണ് ഭൂമിയിൽ വേറെ ഇല്ലെന്ന്. പക്ഷെ സത്യം അതാണോ? നീ ഈ സ്വഭാവം മുമ്പേ കാണിച്ചിട്ടുണ്ടാവും. നീ നിന്റെ ഭർത്താവിനെ മുമ്പേ ചതിച്ചിട്ടുണ്ടാവും. നിന്നെപ്പോലുള്ളവർക്ക് അടങ്ങിയൊതുങ്ങി ജീവിക്കാൻ പറ്റില്ലടി. നിഷ്കളങ്കതയുടെ മുഖംമൂടിയിട്ട് നാട്ടിലുള്ള മുഴുവൻ ആണുങ്ങളുടെ മനസ്സിലാക്കി നീയൊക്കെ ഇങ്ങനെ നടക്കും. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം ജീവിക്കാൻ ചുറ്റുപാടുള്ള ഹരി നിന്റെ ഭർത്താവാ. എന്നിട്ട് നിന്റെ മുഖത്തെന്താ സന്തോഷമില്ലാത്തത്? ഓ, രണ്ട് ഭർത്താക്കന്മാരെ ഒന്നിച്ചെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നായിരിക്കും. നിന്നെപ്പോലെ ഒരുത്തിക്ക് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. ഒരു കാര്യം ചെയ്യും, രണ്ടുപേരെയും വിളിച്ച് അപ്പുറം ഇപ്പുറം ഇരുത്തി ഒരു മധ്യസ്ഥനാക്ക്. എന്നിട്ട് ഒരാളെ പകലും ഒരാളെ രാത്രിയും ഭർത്താവാക്കിയാൽ മതി. അതിന് നീ
മടി കാണിക്കത്തില്ല. അങ്ങനെ നിന്നെ രണ്ടുപേരുടെ മുറിയിലെത്തിക്കാൻ നിന്റെ അമ്മായിയമ്മയുണ്ടല്ലോ, ആ വൃത്തികെട്ട തള്ള, അതിനും മടിക്കത്തില്ല. ഈ നിൽക്കുന്നതേ എന്റെ ഭാര്യ. അവളെ ആക്ഷേപിച്ച ഞാൻ സഹിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓർമ്മിപ്പിക്കണം, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ ഭർത്താവാണെന്ന്. ഇല്ലെങ്കിൽ മറന്നു പോവും. ആര് തമ്മിലാ ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കേണ്ടതെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നിട്ടേ ഞാൻ പോവുള്ളൂ. പേടിക്കണ്ട. ഇതുവരെ കേൾക്കാത്തതെല്ലാം കേട്ടു തുടങ്ങി. മുഖത്ത് നോക്കി തന്നെ വിളിച്ചു, നാണോ മാനോ ഇല്ലാത്തവളെന്ന്. എടാ അതങ്ങ് വിട്ടുകളാ, പോട്ടെ. അതൊക്കെയിപ്പോ എന്തും പറയാൻ കിട്ടിയ ഒരു അവസരമാ. അവളതങ്ങ് പറഞ്ഞോട്ടെ. അവള് പറഞ്ഞു എന്ന് വെച്ച് മോള് ജീവിതൊന്നും ആവില്ലല്ലോ. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായാലും ദൈവത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കേട്ടോടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.